ഹായ് കൂട്ടുകാരെ, അപ്പോൾ വിഷുവൊക്കെ ആവാറായില്ലേ? വിഷുവൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലയിടത്തെ കഞ്ഞിയാണ്, പയർ കഞ്ഞി, അങ്ങനെ ധാന്യങ്ങളൊക്കെ ഇട്ടുള്ള കഞ്ഞിയാണ് ഉണ്ടാവുക. ചിലവരൊക്കെ സദ്യ, ചില സ്ഥലങ്ങളിലൊക്കെ സദ്യ ഉണ്ടാക്കും. അപ്പം നമുക്ക് സദ്യ ഉണ്ടാക്കുന്ന അവർക്കൊക്കെ എന്തായാലും ഇഞ്ചിപ്പുളി വേണമല്ലോ. അപ്പോൾ ഞാനിന്ന് ഇഞ്ചിപ്പുളിയാണ് കാണിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവായിട്ടോ ഇടാത്തതോ ഇടുന്നതൊക്കെ എക്സ്ട്രാ ഇടുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചട്ടി ചൂടാകാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 തവി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്ന ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി നന്നായി വന്ന ശേഷം നമുക്കിതിൽ കുറച്ച് ചുവന്നുള്ളി കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇഞ്ചി പച്ചമുളകൊക്കെ കഴുകി നന്നായി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ വിഷുവൊക്കെ ആകാറായിട്ടുണ്ട്, ഇലക്ഷൻ ആവാറായിട്ടുണ്ട്, ചൂട് കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം അതുപോലെ ഉള്ളി നന്നായിട്ട് ഒന്ന് എണ്ണയിൽ വഴറ്റിയ ശേഷം ഞാൻ ഇഞ്ചി കൂടെ അരിഞ്ഞ് വെച്ചതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് അതിനെയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് വഴണ്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് ഇനി വേണ്ടത് വറ്റൽമുളക്, കറിവേപ്പില, മുളക് പൊടി, ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിൻ്റെയും ആ ചുവന്നുള്ളിൻ്റെയൊക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതുപോലെ മുളക് പൊടി 2 സ്പൂൺ തയ്ച്ച് വേണ്ട. എരിവ് കുറവുള്ളതാണെങ്കിൽ 2 സ്പൂൺ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2 സ്പൂണിൻ്റെ താഴെ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇതിന് ശേഷം നമുക്ക് മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നല്ല പരുവത്തിലായിട്ട് നമുക്ക് വാളംപുളി, ഞാനിവിടെ വാളംപുളി, കറുത്ത വാളംപുളിയാണുള്ളത്, അത് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, കുതിർത്തിട്ട്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ, തിളച്ച് നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഒരു ശർക്കര ഇട്ട് കൊടുക്കണം, ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പൊക്കെ പാകം പോലെ നോക്കിയിട്ട്, മധുരവും ഉപ്പൊക്കെ ഒരു ബാലൻസിൽ നിൽക്കണമല്ലോ ഇഞ്ചിപ്പുളിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയ ശേഷം നമുക്കിത് കുറച്ച് മേലെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്ത് കാണണം.